അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് സാധാരണ നോർമലായിട്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ കണ്ടുവരുന്ന അസുഖമാണ്. ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്നാമതായിട്ട് സാധാരണ നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ എല്ലാവരും പറയും. പക്ഷേ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും അയണിൻ്റെ ടാബ്ലറ്റ്സ് എടുത്താലും ഒക്കെ അനീമിയ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തായിട്ടായിരിക്കില്ല, അതിൻ്റെ അബ്സോർപ്ഷൻ അതായത് ആഗിരണം കുറയുന്നതുകൊണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അയണിൻ്റെ ആഗിരണം കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് സിട്രസ് ഫ്രൂട്ട് എന്ന് പറയുന്ന നാരങ്ങയുടെയും അതേപോലെ മാതളം എന്നൊക്കെ പറയുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് ഉൾപ്പെടുത്താം. പിന്നെ കോളിഫ്ലവർ, ക്യാബേജ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്താം. ഇതൊക്കെ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അടുത്തതായിട്ട് ധാരാളം വെള്ളം കുടിക്കുക. ഒരു 2 to 3 liters ഓഫ് വെള്ളം വരെ ഒരു ദിവസം കുടിക്കാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചായയും കാപ്പിയോ കുടിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ ശേഷമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ചായയും കാപ്പിയൊക്കെ എപ്പോഴും അയണിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണത്തെ കുറയ്ക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ അരമണിക്കൂർ മുമ്പ്, അതായത് 1 മണിക്കൂർ മുമ്പോ ശേഷമായിട്ടാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കേണ്ടത്. പിന്നെ അടുത്തായിട്ട് നമ്മളെല്ലാവരും പൊതുവായിട്ട് പറയുന്ന സാധനം തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് മുരിങ്ങയില, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാതള നാരകം, അതായത് ഉറുമാമ്പഴം എന്നൊക്കെ പറയുന്ന പോമഗ്രാനേറ്റ്, ഈത്തപ്പഴം കഴിക്കാം. നമ്മൾ മത്തൻ്റെ ഒക്കെ വിത്ത് കഴിക്കാവുന്നതാണ്. എഗ്സ് ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അനീമിയ ഒരു പരിധി വരെ മരുന്നില്ലാതെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാവുന്നതാണ്.